ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. ഓം ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബ് ഉപയോഗിക്കുന്ന നമ്മളേവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയെപ്പറ്റി പറയുവാനാണ് ഞാൻ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പേപ്പറിൽ വായിച്ച് കാണും. യൂട്യൂബിൻ്റെ പ്രഥമ CEO-യും ദീർഘകാലം ഗൂഗിളിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സൂസൻ വുജിസ്കി 56 വയസ്സുണ്ടായിരുന്ന അവർ ശ്വാസകോശ അർബുദത്തെ തുടർന്ന് അന്തരിച്ചു എന്നുള്ള വാർത്ത. 2 വർഷമായിട്ട് ഇവർ ചികിത്സയിലായിരുന്നു. അപ്പോൾ ഇവരെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. സ്റ്റാൻഫോർഡിലെ മെൻലോ പാർക്കിൽ അവർ വാങ്ങിയ വീടിൻ്റെ കാർ പാർക്കിങ് 2 വിദ്യാർത്ഥികൾക്ക് വാടകയ്ക്ക് നൽകുവാനുള്ള തീരുമാനമായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവ് ആയതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സാങ്കേതിക വിദ്യാ വ്യവസായത്തിൻ്റെ ചരിത്രം മാറി മറിയുന്ന അത് ആ പാർക്കിങ്ങിൽ ഗൂഗിൾ പിറവിയെടുത്ത നിമിഷത്തിൽ നിന്നാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരവരുടെ വിടവാങ്ങൽ ഗൂഗിളിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ അവർ പറഞ്ഞ വാചകങ്ങളാണിത്. അതായത് അവർ സ്റ്റാൻഫോർഡിലെ മെൻലോ പാർക്കിൽ അവരൊരു വീട് വാങ്ങി. കാലിഫോർണിയയിലെ വീട്ടിലെ ഇവരുടെ ഗാരേജ് ആയിരുന്നു ഗൂഗിളിൻ്റെ ആദ്യത്തെ ഓഫീസ്. അവിടെ ഗൂഗിളിൻ്റെ ഉപജ്ഞാതാക്കളായ ലാറി പേജിനും സെർജി ബ്രിന്നിനും സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥികളായിരിക്കെ അവരുടെ പരീക്ഷണങ്ങൾക്കായിട്ടാണ് ഇവർ അവരുടെ കാർ പാർക്കിംഗ് ഏരിയ വിട്ടുകൊടുത്തത്. അങ്ങനെ ഈ കാലിഫോർണിയയിലെ വീട്ടിലെ ഈ ഗാരേജിലായിരുന്നു ഗൂഗിളിൻ്റെ ആദ്യത്തെ ഓഫീസ്. അങ്ങനെ ഇതിൻ്റെ ഒരു വികസനം കണ്ടപ്പോൾ അവർ ഇൻ്റലിൽ ജോലി ഉണ്ടായിരുന്ന അവർ 1999 സൂസൻ ഗൂഗിളിൻ്റെ ആദ്യ ജീവനക്കാരിലൊരാളായിട്ട് ചേർന്നു. 2006 ഗൂഗിൾ യൂട്യൂബ് വാങ്ങുമ്പോൾ സ്ഥാപനത്തിൻ്റെ പരസ്യ വിഭാഗം വൈസ് പ്രസിഡൻ്റായിരുന്നു അവർ. 2014 യൂട്യൂബ് CEO ആയി അവർ. 2023 ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ജോലി വിട്ടിട്ട് ഗൂഗിളിൻ്റെ മാതൃ കമ്പനിയായ ആൽഫബറ്റിൻ്റെ ഉപദേശകയായെങ്കിലും രോഗം മൂർച്ഛിച്ചതോടെ അവർ ജോലി ഉപേക്ഷിച്ചു. 2 വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പിനെ ഇങ്ങനെ ആഗോള ഇൻ്റർനെറ്റ് സ്ഥാപനമാക്കി വളർത്തിയതിൻ്റെ പിന്നിൽ ഈ സൂസൻ്റെ മാർക്കറ്റിംഗ് മികവുണ്ട്. പരസ്യ പ്ലാറ്റ്ഫോമായ ആഡ്സെൻസിലൂടെ സൂസനാണ് ഗൂഗിളിൽ ഡിജിറ്റൽ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുന്നവർക്ക് പരസ്യങ്ങളിലൂടെ വരുമാനമുണ്ടാക്കാനുള്ള സംവിധാനം കൊണ്ടുവന്നത്. ഇതോടെ വെബ്സൈറ്റുകളും ബ്ലോഗുകളും വൻതോതിൽ പെരുകുകയും ഇതിൻ്റെ ലാഭവിഹിതം കൊണ്ട് ഗൂഗിൾ ആഗോള കോർപ്പറേറ്റ് ഭീമനായി മാറുകയും ചെയ്തു. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ യൂട്യൂബിൻ്റെ എല്ലാം പിറവി ഇവിടെ നിന്നായിരുന്നുവെന്ന് മനസ്സിലാക്കണം. ധാരാളം പേർ ഇതിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുന്നു, ധാരാളം ധനം സമ്പാദിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിലെ ആശയം സൂസൻ്റെ ആയിരുന്നു എന്നുള്ളത് നന്ദിയോടുകൂടി നമ്മൾ സ്മരിക്കണം. ഗൂഗിൾ പിന്നീട് ആഗോള കോർപ്പറേറ്റ് ഭീമനായിട്ട് മാറുകയും ചെയ്തു. ആഡ്വേർഡ്, ഡബിൾ ക്ലിക്ക്, ഗൂഗിൾ അനലിറ്റിക്സ് എന്നീ ഡിജിറ്റൽ പരസ്യ ഉൽപ്പന്നങ്ങളുടെ പിന്നിലും ഈ സൂസൻ്റെ ബുദ്ധിവൈഭവമായിരുന്നു. ഇവരാണ് യൂട്യൂബിൻ്റെ CEO ആയപ്പോൾ ദിവസത്തിലാകെയുള്ള 24 മണിക്കൂറിനെ ദശലക്ഷക്കണക്കിന് മണിക്കൂറുകളാക്കി വളർത്തുന്ന ഡെയിലി വ്യൂവിംഗ് അവേഴ്സ് ആശയമാക്കി കൊണ്ടുവന്നത്. ഇപ്പോൾ കേരളത്തിലടക്കം വിപ്ലവമായിട്ട് മാറിയ ഈ യൂട്യൂബർ കണ്ടൻറ് ക്രിയേറ്റർ സംസ്കാരത്തിൻ്റെ തുടക്കം ഇതിൽ നിന്നായിരുന്നു. 1968 ജൂലൈ 5 ജൂതവംശജനായ എസ്തർ വോജിസ്കിയുടെയും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പോളിഷ് അമേരിക്കൻ ഭൗതികശാസ്ത്ര പ്രൊഫസറായ സ്റ്റാൻലി വോജിസ്കിയുടെയും മകളായിട്ടാണ് സൂസൻ ഡിയാൻ വോജിസ്കി ജനിച്ചത്. ഇവർക്ക് 2 സഹോദരിമാരാണുള്ളത്. നരവംശാസ്ത്രജ്ഞയായ ജാനറ്റ് വോജിസ്കിയും 23andMe എന്ന എന്നതിൻ്റെ സ്ഥാപകയായ ആൻ വോജിസ്കി. സൂസൻ്റെ സഹോദരിയായ അവരും പ്രശസ്തയായ ഒരു എൻ്റർപ്രീനറാണ് അവർ. കാലിഫോർണിയയിലെ ഒരു അമേരിക്കൻ പേഴ്സണൽ ജെനോമിക്സ് ആൻഡ് ബയോടെക്നോളജി കമ്പനിയാണ് 23andMe.
ഉപഭോക്താക്കൾ നൽകുന്ന ഒമിനി സാമ്പിൾ ഉപയോഗിച്ച് ജനിതക പരിശോധന സേവനം നൽകുന്ന കമ്പനിയാണ് 23andMe. സൂസൻ്റെ വിദ്യാഭ്യാസവും തൊഴിലും മനസ്സിലാക്കുകയാണെങ്കിൽ അവർ കാലിഫോർണിയയിലെ പാലോ ആൽട്ടോയിലെ ഗൺസ് ഹൈസ്കൂളിൽ പഠിച്ചവർ സ്കൂൾ പത്രത്തിനായിട്ട് ലേഖനങ്ങൾ എഴുതിയാണ് അവരവരുടെ കരിയർ ആരംഭിക്കുന്നത്. അവർ 11ാമത്തെ വയസ്സിൽ വീട് തോറും സ്പൈസസ് റോപ്സ് വിൽക്കുക ആയിരുന്നു അവരുടെ ആദ്യ ബിസിനസ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അവർ കോളേജിൽ ഒരു ഹ്യൂമാനിറ്റീസ് മേജറായിട്ട് അവർ ആദ്യത്തെ ഒരു കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ് എടുത്തു എന്നൊരു ചരിത്രവും അവർക്കുണ്ട്. അത് കഴിഞ്ഞ് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രവും സാഹിത്യവും പഠിക്കുകയും 90ൽ ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്തു. സാമ്പത്തിക ശാസ്ത്രത്തിലാണ് അവർ PhD എടുത്തത്. എന്നാൽ അവർക്കുള്ള സാങ്കേതിക വിദ്യയിൽ ഉള്ള താല്പര്യം മനസ്സിലാക്കി അവർ പിന്നീട് ആ രംഗത്തോട്ട് തിരിഞ്ഞു. അതാണ് അവർ UCLA ആൻഡേഴ്സൺ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൽ നിന്നും അവർ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ നേടി. അത് കഴിഞ്ഞിട്ടാണ് അവർ ഗൂഗിൾ ജോയിൻ ചെയ്യുന്നതും അങ്ങനെ ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കുവാൻ അവർക്ക് ഭാഗ്യം കിട്ടിയതും. അവരുടെ ജീവിതം ഒരു ചരിത്രം ആയി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ജീവിതമാണ് അവരുടേത്. യൂട്യൂബിലെ വനിതാ ജീവനക്കാരുടെ എണ്ണം ഉയർത്തി. അത് കഴിഞ്ഞ് ഫാമിലി, ഗെയിമിംഗ്, സംഗീതം ഇവയിലുള്ള താല്പര്യമുള്ള ഉപയോക്താക്കളെ പരിപാലിക്കുന്നതിന് രൂപകൽപ്പന പല ആപ്ലിക്കേഷനുകളും യൂട്യൂബ് ആപ്ലിക്കേഷനുകളും അവർ രൂപകൽപ്പന ചെയ്തു. അവരുടെ നേതൃത്വത്തിലാണ് ചാനൽ അംഗത്വം, മെർക്കൻഡൈസ്, സൂപ്പർ ചാറ്റ് എന്നിവയുൾപ്പെടെയുള്ള യൂട്യൂബ് സൃഷ്ടാക്കൾക്കായി കമ്പനി കൂടുതൽ ധനസമ്പാദനം നടത്തി. യൂട്യൂബിൻ്റെ പരസ്യരഹിത സബ്സ്ക്രിപ്ഷൻ സേവനമായ യൂട്യൂബ് പ്രീമിയം, അതിൻ്റെ ഓവർ ദി ടോപ്പ് ഇൻ്റർനെറ്റ് ടെലിവിഷൻ സേവനമായ യൂട്യൂബ് TV എന്നിവയിലും അവർ മേൽനോട്ടം വഹിച്ചു. പിന്നെ അവരുടെ ഭരണകാലത്ത് വിദ്വേഷ ഭാഷണത്തെയും അക്രമ തീവ്രവാദത്തെയും കുറിച്ചുള്ള നയങ്ങൾ ലംഘിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അവർ അങ്ങനെയുള്ള വീഡിയോകൾ നീക്കം ചെയ്യുന്ന നയം അവർ കർശനമാക്കി. അതിനവർക്ക് ഒട്ടേറെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ നയങ്ങൾ സെൻസർഷിപ്പായിട്ട് വിമർശിക്കപ്പെട്ടു. ചില യൂട്യൂബർമാർ വാദിക്കുന്നത് ഡീമോണറ്റൈസേഷൻ സംവിധാനം വളരെ കർശനമാണെന്നും ഇത് വിദൂരമായ പരുക്കൻ ഉള്ളടക്കം ഡീമോണറ്റൈസ് ചെയ്യപ്പെടാനും ചില സന്ദർഭങ്ങളിൽ സ്രഷ്ടാവിൻ്റെ ചാനൽ നീക്കം ചെയ്യാനും കാരണമാകുന്നു എന്നും ഒക്കെ വിമർശനം അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത ഒരാളെക്കുറിച്ചുള്ള ലോഗൻ പോളിൻ്റെ യൂട്യൂബ് വീഡിയോയുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെ യൂട്യൂബിൻ്റെ 3 സ്ട്രൈക്ക് നയം ലംഘിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിലക്കുന്നില്ലെന്നും വോജിസ്കി വാദിച്ചത് വളരെ വിവാദം സൃഷ്ടിച്ചു. അതുപോലെ തന്നെ കമ്പനിയുടെ മുൻഗണനയിൽ വിദ്യാഭ്യാസ ഉള്ളടക്കത്തിന് വളരെ പ്രാധാന്യം നൽകി. വിദ്യാഭ്യാസം കേന്ദ്രീകൃത സൃഷ്ടാവിൻ്റെ ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നതിനായിട്ട് ഗ്രാൻറ്റുകളിലും പ്രൊമോഷനിലുമൊക്കെ നിക്ഷേപം നടത്തുന്ന യൂട്യൂബ് ലേണിംഗ് എന്ന സംരംഭം 2018 ജൂലൈ 20 അവർ പ്രഖ്യാപിച്ചു. 2018 ഒക്ടോബർ 22 യൂറോപ്യൻ യൂണിയൻ പകർപ്പവകാശ നിർദ്ദേശത്തിൻ്റെ ആർട്ടിക്കിൾ 13 വോജിസ്കി വിമർശിച്ചു. ഇത് പകർപ്പവകാശമുള്ള ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള ഏക ഉത്തരവാദിത്തം യൂട്യൂബിന് നൽകും. ഇത് ഉള്ളടക്ക സൃഷ്ടാക്കൾക്ക് അവരുടെ സൃഷ്ടികൾ പങ്കിടാനുള്ള കഴിവിന് ഭീഷണിയാകുമെന്നുമൊക്കെ വിവാദമുണ്ടായി. ഡെന്നിസ് ടോപ്പർ ആയിരുന്നു ഭർത്താവ്. ഇവർക്ക് 5 മക്കളാണുള്ളത്. ഇതിൽ ആദ്യത്തെ പുത്രൻ 19 വയസ്സുള്ള ആദ്യത്തെ പുത്രൻ ഈ വർഷം 2024 ആദ്യം മരിച്ചിരുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു വിഷമകരമായ അവസ്ഥയും അവർ നേരിടേണ്ടി വന്നു. സൂസൻ വോജിസ്കിയുടെ ഗ്രഹനില എന്ന് പരിശോധിച്ചാൽ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 5, 1968 അവർ ജനിച്ചിരിക്കുന്നത്. അവരുടെ ജനന സമയം ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിയായ ഒരു വിചിന്തനം ലഗ്നവശാൽ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ നമുക്ക് കാണാം ചന്ദ്രന് പക്ഷബലമൊക്കെയുള്ള ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രലഗ്നാൽ ചിന്തിച്ചാലും ഒരു പരിധിവരെ നമുക്ക് അവരുടെ ജീവിതം ത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജൂലൈ 5, 1968 ജനിച്ച അവർ ചോതി നക്ഷത്ര ജാതയാണ്. അവർക്ക് തുലാക്കൂറിൽ നിൽക്കുന്ന ചന്ദ്രനാണപ്പോൾ.
അപ്പോൾ ഈ ചന്ദ്രലഗ്നത്തിൻ്റെ അധിപൻ ശുക്രൻ. ഈ ശുക്രൻ ഇവിടെ ബലഹീനനാണ്, അതായത് മൗഢ്യം വന്നിരിക്കുന്നു. അത് കുജൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പം പാപയോഗം വന്നു, ആദിത്യൻ്റെ യോഗം വന്നു, അതുപോലെ തന്നെ ബുധൻ്റെ 12ാം ഭാവാധിപൻ്റെ ബുധൻ്റെയും യോഗം വന്നു. അങ്ങനെയൊക്കെ ഒരു ലഗ്നത്തിന് അങ്ങനെയൊരു ബലഹാനി ചന്ദ്രലഗ്നാധിപന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നീച ശനിയാണ് ഈ ചന്ദ്രലഗ്നത്തെ നോക്കുന്നത്. ചന്ദ്രലഗ്നത്തിന് ശനി യോഗകാരകനാണ്. എന്നാൽ അവരുടെ ജീവിതം നോക്കിയാൽ നല്ല ഉയർച്ചയാണ്. കാരണം 11ലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഗുണം ഉണ്ട്. അപ്പം നമുക്ക് ചോദ്യയുടെ നമ്മുടെ നക്ഷത്രദശ ശിഷ്ടദശയൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ജനനസമയം മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ. എന്നാലും നമുക്ക് ചിന്തിച്ച് വരികയാണെങ്കിൽ ആദ്യത്തെ ചോദ്യയുടെ ആദ്യത്തെ രാഹുദശ, രാഹു ഇവിടെ 6ൽ നിൽക്കുന്ന രാഹുവാണ്, ചന്ദ്രാൽ 6ൽ നിൽക്കുന്ന രാഹു. ജനനസമയം അറിയാത്തത് കൊണ്ട് തന്നെ രാഹുദശ ജനനം കഴിഞ്ഞ് എത്ര വർഷം കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിനുശേഷം 16 വർഷക്കാലം വ്യാഴദശയാണ്. 11ലെ വ്യാഴം 11ൽ വ്യാഴമാണ്. അത് അവർക്ക് ഒരു വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ ഈ വ്യാഴദശയിൽ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് നീചത്തിൽ നിൽക്കുന്ന ശനിയാണെങ്കിലും ശനിയുടെ ദശയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ലഗ്നം കൊണ്ട് ശനി നീചഭംഗ രാജയോഗം ചെയ്തിരിക്കണം. ചന്ദ്രലഗ്നം കൊണ്ട് ശനി യോഗകാരകനുമാണ്. ഇവിടെ വർഗോത്തമവും ഉണ്ട് ശനിക്ക്. എന്തായാലും ശനിദശ അവർക്ക് നന്നായിട്ട് തന്നെ പോയി എന്ന് നമുക്ക് ചിന്തിക്കാം. പിന്നെ വരുന്ന ആ ബുധനും, പിന്നെ ശനി കഴിഞ്ഞുള്ള ആ ബുധനും, പിന്നെ ബുധദശ കഴിഞ്ഞ് കാണാൻ സാധ്യതയില്ല. എന്നാലും ബുധനും പിന്നാലെ കേതുവായിരിക്കണമല്ലോ വരുന്നത്. ഇതിന് രണ്ടിനും ഈ കുജബന്ധമുണ്ട്. മാരകനായ 2ഉം 7ഉം ഭാവാധിപത്യം കൊണ്ട് മാരകനായ കുജൻ്റെ ബന്ധമാണുള്ളത്. അതവർക്ക് ദോഷമായി കാണും എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ എന്തായാലും അവരുടെ ആയുസ് 56 വയസ്സിൽ തീർന്നു. ലഗ്നം കൊണ്ടും ചിന്തിക്കണം. എന്നാലും ഈ ചന്ദ്രാൽ ചിന്തിച്ചാൽ തന്നെ മാരകനായ കുജൻ്റെ ബന്ധം ആ വരുന്ന ദശ അധിപന്മാർക്കെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതായിരിക്കണം അവരുടെ ആയുസ്സിന് ഇത്ര ഹാനി വരുത്തിയതും എന്ന് തോന്നുന്നു. ചന്ദ്രലഗ്നം തന്നെയാണല്ലോ അഷ്ടമാധിപനും ശുക്രൻ തന്നെയാണ്. ഈ ശുക്രനും ചന്ദ്രാൽ അഷ്ടമാധിപൻ, ഈ ശുക്രനും കുജബന്ധം വന്നു, പാവയോഗം, രവി ആദിത്യൻ്റെയും കുജൻ്റെയും ഒക്കെ ബന്ധം കൊണ്ട് അഷ്ടമാധിപനും ചന്ദ്രാൽ അഷ്ടമാധിപനും ബലഹാനി തന്നെയാണ് പറയേണ്ടത്. അതൊക്കെ ആയിരിക്കണം അവരുടെ ആയുസ്സിന് കേടുവന്നതെന്ന് തോന്നുന്നു. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ചന്ദ്രലഗ്നാൽ പറയാവുന്ന കാര്യങ്ങൾ. ലഗ്നം കൊണ്ട് ആണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. അത് ഇപ്പം നമുക്ക് ഇങ്ങനെ ചന്ദ്രലഗ്നാലിൽ ചിന്തിക്കാനേ അവരുടെ സമയം ലഭ്യമില്ലാത്തത് കൊണ്ട് പറയാൻ പറ്റും. ഏതായാലും അവരുടെ ദശാകാലം അനുകൂലം അല്ലെന്ന് തന്നെ മനസ്സിലാക്കണം. വരുന്ന ബുധദശയോ കേതുവിൻ്റെ ദശയോ ആയിരുന്നിരിക്കണം. അത് രണ്ടും ഈ പാപബന്ധം വന്നിരിക്കുന്നു. അതൊക്കെ ആയിരിക്കണം അവരുടെ ആയുസ്സിന് കേടുവന്നതെന്നും തോന്നുന്നു. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ചന്ദ്രലഗ്നം കൊണ്ട് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഈ ജാതകം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അവർ പഠിച്ച വിഷയത്തിൽ നിന്ന് മാറി അവർക്ക് താല്പര്യമുള്ള വിഷയം തിരഞ്ഞെടുത്ത് അതിൽ മികവ് പുലർത്തി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ താല്പര്യങ്ങൾ കണ്ടുപിടിച്ച് അതിലൂടെ നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നേറുകയാണെങ്കിൽ ഉയരങ്ങളിലെത്താം എന്ന് തന്നെ ഈ ജാതകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്ത് തന്നെയായാലും അവരുടെ അകാലത്തിലുള്ള ഈ മരണം അവരുടെ കുടുംബത്തിന് മാത്രമല്ല, യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിൽ താല്പര്യമുള്ള എല്ലാവർക്കും ഒരു നഷ്ടം തന്നെയാണ്. അവർക്ക് ഇനിയും കൂടുതൽ പ്രചോദനം ബാക്കിയുള്ളവർക്ക് നൽകുവാൻ സാധിക്കുമായിരുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും നമുക്ക് അവരുടെ ദുഃഖത്തിൽ അനുശോചിക്കാം. അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ യൂട്യൂബേഴ്സ് എന്ന നിലയിൽ നമുക്കും പങ്കുചേരാം.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.